ഓം ഗും ഗുരുഭ്യോ നമ. ഹരിശ്രീ ഗണപതി നമ. അഭിഘ്നമസ്തു. നാഗങ്ങളുടെ ഉത്ഭവവും നാഗമാഹാത്മ്യവും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചിന്തനം. ലോകത്തെ സർവ്വ ജീവജാലങ്ങളുടെയും പിതാവ് എന്ന് പറയുന്നത് കശ്യപ മഹർഷിയാണ്. കശ്യപ മഹർഷിക്ക് 21 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ 13 പേരും ദക്ഷപ്രജാപതികളുടെ മക്കളായിരുന്നു. കശ്യപ മഹർഷി ഒരു യാഗത്തില് 60,000 തേജസ്വികളായ തപസ്വികളെ സൃഷ്ടിച്ചു. അവർക്ക് ഒരു അങ്കുലിയുടെ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. അങ്കുലി പൃഷ്ഠന്മാരെന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അവർ തേജസ്വികളായിരുന്നു, അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നവരായിരുന്നു, യാഗങ്ങളെല്ലാം നടത്താൻ പ്രാപ്തരും അത്രയും കഴിവുള്ളവരായിരുന്നു. കശ്യപ മഹർഷിയുടെ യാഗങ്ങൾക്ക് ചെറിയ സഹായങ്ങളെല്ലാം അവർ ചെയ്തിരുന്നു. ഒരിക്കൽ ഒരു ചുള്ളിക്കമ്പ് വളരെ കഷ്ടപ്പെട്ട് അവർ യാഗശാലയിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയുള്ള ആളുകൾ ഒരു ചുള്ളിക്കമ്പ് പിടിച്ചുകൊണ്ട് വരുമ്പോൾ ചുള്ളിക്കമ്പ് എന്തോരം ഉണ്ടാവും, എത്രമാത്രം കഷ്ടപ്പെട്ടാണ് അവർ വരുന്നത് എന്നും അറിയാമല്ലോ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു കുഴി, ഒരു മൃഗം നടന്നു പോയതിൻ്റെയാണ്, ഒരു കുതിരയുടെ കുളമ്പടി പോലത്തെ ഒരു കുഴി. ആ കുഴിയിൽ വെള്ളം നിറഞ്ഞു കിടന്നിരുന്നു. അത് കടക്കാനാവാതെ ആ വെള്ളത്തിൽ വീണ് അവർ കഷ്ടപ്പെടുന്നത് ഇന്ദ്രൻ കണ്ടിട്ട് ഇന്ദ്രൻ അവരെ പരിഹസിച്ച് ചിരിച്ചു. ഇതിൽ കോപാന്തരായ ഈ ബാലകൃതർ ഇന്ദ്രനേക്കാളും ശക്തിയുള്ള മറ്റൊരു ഇന്ദ്രനെ സൃഷ്ടിക്കണമെന്ന് വിചാരിച്ച് അവരൊരു യാഗം തുടങ്ങുവാണ്. അപ്പോൾ കശ്യപ മഹർഷി അപ്പുറത്ത് വേറൊരു യാഗം നടത്തുന്നതിൻ്റെ അടുത്ത് തന്നെ ഇവരൊരു യാഗം നടത്തി. ഈ യാഗത്തിൽ മറ്റൊരു ഇന്ദ്രനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നറിഞ്ഞ ഇന്ദ്രൻ വേവലാതി പൂണ്ട് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ കാണാൻ ചെന്നു. അവരുടെ നിർദ്ദേശപ്രകാരം കശ്യപ മഹർഷി ബാലകില്യരെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രന് പകരം നമ്മൾ അതിനേക്കാളും വലിയൊരു ഇന്ദ്രൻ ഉണ്ടാക്കുന്നത് നമ്മൾ ബ്രഹ്മദേവനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മൾ ബ്രഹ്മദേവനെ ചോദ്യം ചെയ്യാനായിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്നാലും അവർ പറഞ്ഞു, ഞങ്ങളെ പരിഹസിച്ച ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇതിന് ഫലപ്രാപ്തി ഉണ്ടായേ പറ്റുള്ളൂ, യാഗം തീരാറായി എന്ന് പറയുന്നു. അപ്പൊ കശ്യപ മഹർഷി അവരോട് പറയുന്നു, നിങ്ങൾക്ക് ഇന്ദ്രനേക്കാളും വലിയൊരു ഇന്ദ്രനെ സൃഷ്ടിക്കണമെന്നല്ലേ ഉള്ളൂ, അതിനൊരു പരിഹാരം ഞാൻ ഉപദേശിക്കാം. നമുക്ക് ഈ ഇന്ദ്രൻ പക്ഷികളുടെ ഇന്ദ്രനാക്കി മാറട്ടെ, അങ്ങനെയുള്ള ഒരു സൃഷ്ടി ഉണ്ടാവട്ടെ, അതിനുവേണ്ടി നമുക്ക് ഈ യാഗത്തിന്റെ ഫലപ്രാപ്തി ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ബാലഗില്യർ അതിന് സമ്മതിച്ചു. സൽസന്താനങ്ങളെ വേണമെന്ന് കശ്യപ മഹർഷിയുടെ തീരുന്ന അദ്ദേഹത്തിന്റെ പത്നിമാരായ വിനീതയും കദ്രുവും ആ സമയത്ത് കശ്യപ മഹർഷിക്ക് അവരെ ഓർമ്മ വന്നു. കശ്യപ മഹർഷി അവരെ യാഗശാലയിലേക്ക് വിളിപ്പിച്ചു. എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് സന്താനങ്ങളെയാണ് വേണ്ടതെന്ന് പറയും. ശരി, എന്താണ് ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ കദ്രു പറഞ്ഞു, എനിക്ക് 1000 സർപ്പങ്ങളെ വേണം മക്കളായിട്ട് എന്ന് പറയുന്നു. വിനീത പറയും, എനിക്ക് 2 പുത്രന്മാരെ മതി, പക്ഷെ അവർ കദ്രുവിന്റെ മക്കളെക്കാൾ സമർത്ഥരും ശക്തിസമ്പന്നരുമായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ യാഗാഗ്നിയിൽ നിന്ന് ഹവിസ് കൊടുത്ത് അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കുന്നു. കദ്രുവിന് 1000 മുട്ടകൾ ഉണ്ടാകുന്നു, വിനീതയ്ക്ക് 2 മുട്ടയുണ്ടാകുന്നു. ഈ മുട്ടകൾ അവര് വിരിയാനായിട്ട് കാത്തിരിക്കുന്നു. എന്നാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ സർപ്പങ്ങളെല്ലാം മുട്ട വിരിഞ്ഞ് പുറത്തു വന്ന് അവിടെയെല്ലാം ഓടിയണക്കാൻ തുടങ്ങി. ഇത് കണ്ട വിനീതയ്ക്ക് വളരെയധികം സങ്കടം തോന്നി. എൻ്റെ മുട്ട എന്തുകൊണ്ട് വിരിയുന്നില്ല? പിന്നെയും കാത്തിരുന്നു, സമയമായിട്ടില്ല എന്ന് മനസ്സ് പറഞ്ഞ് കാത്തിരുന്ന് ഏകദേശം 500 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇനി കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ ഒരു മുട്ട പൊട്ടിച്ചു നോക്കി. അതിൽ പകുതി മാത്രം ജീവൻ വെച്ച ഒരു രൂപത്തെ കണ്ടു. ആ രൂപത്തിൽ കോപാന്തനായി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, എന്നെ പൂർണ്ണ വളർച്ചയെത്താൻ എന്തുകൊണ്ടാണ് അമ്മ സമ്മതിക്കാത്തത്? ഇതിന് അമ്മയ്ക്ക് ഒരു പാപമുണ്ട്, അതിന് ശാപമുണ്ട്. ഈ പാപം ചെയ്തതിന് അമ്മ കദ്രുവിൻ്റെ ദാസിയായി മാറും. അപ്പോൾ പറഞ്ഞു, മകനെ, അമ്മയെ അങ്ങനെ ശപിക്കരുത്, എനിക്കൊരു ശാപമോക്ഷം തരാൻ പറയുമ്പോൾ പറയും, എൻ്റെ അനുജനെ അമ്മ ജനിക്കാൻ അനുവദിച്ചാൽ കാത്തിരിക്കണം. ഇനി ഒരു 500 വർഷം കൂടി കാത്തിരുന്നാൽ അവൻ മുട്ട വിരിഞ്ഞ് പുറത്തു വരും. അതുവരെ അമ്മ കാത്തിരിക്കാമെങ്കിൽ അവൻ അമ്മയെ ഈ ദാസ്യത്തിൽ നിന്ന് രക്ഷിക്കും എന്ന് പറയും. അങ്ങനെ പകുതി മാത്രം
ശരീരമുള്ള ആ രൂപമാണ് അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവൻ സൂര്യന്റെ തേരാളിയായിട്ട് പോയി. തേരാളിയാവുമ്പോൾ തേരിൽ ഇരുന്നാൽ മതിയല്ലോ, വേറെ ജോലിയൊന്നും ചെയ്യണ്ടല്ലോ. അങ്ങനെ അരുണൻ എന്നാണ് ആ രൂപത്തിന്റെ പേര്. അത് സൂര്യന്റെ തേരാളിയാണ്. 7 കുതിരകളെ പൂട്ടിയ ആ തേരിൽ സൂര്യൻ വരുമ്പോൾ സൂര്യന്റെ തേരാളിയായിട്ട് അരുണനാണ് മുന്നിൽ നമ്മൾ ആദ്യം കാണുന്നത്. അരുണന്റെ വർണ്ണം കുങ്കുമവർണ്ണമാണ്. അതാണ് അരുണോദയം എന്ന് പറയുന്നത്. കിഴക്കോട്ട് നോക്കുമ്പോൾ അരുണവർണ്ണത്തിൽ, കുങ്കുമവർണ്ണത്തിൽ ഉദയം വരുന്നതിന്റെ നമ്മൾ അരുണനെ കാണുന്ന അരുണന്റെ പ്രഭയാണത്. അതിനുശേഷമാണ് സൂര്യഭഗവാനെ നാം കാണുന്നത്. അങ്ങനെയാണ് വിശ്വാസം. അപ്പോ കതിരുവിന്റെ മക്കളെല്ലാം ഓടി നടന്നു. കതിരുവിന്റെ മൂത്ത മകന്റെ പേരാണ് അനന്തൻ. രണ്ടാമത്തത് വാസുകി, തക്ഷകൻ, പത്മൻ, മഹാപത്മൻ, ശംഖപാലൻ, കാർഗോടകൻ, ഗുളികൻ, കാളിയൻ. അങ്ങനെ മൂത്ത 9 നാഗങ്ങളുടെ പേരാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അഷ്ടനാഗങ്ങൾ എന്ന പേരിൽ ഇവർ 8 പേര് അറിയപ്പെടുന്നുണ്ട്. കാളിയനും കൂടി കൂടുമ്പോൾ അവർ 9 നാഗങ്ങളാകുന്നു. അപ്പൊ അങ്ങനെ നാഗങ്ങൾ അങ്ങനെ ഉല്ലസിച്ച് നടക്കുന്ന കാലത്ത് കദ്രുവും വിനീതയും തമ്മിൽ ഒരു വാതു വയ്ക്കുന്നു. എന്താണ്? ഇന്ദ്രന്റെ കുതിരയായ ഉച്ചൈസ്രവസിന്റെ വാലിന്റെ നിറം എന്താണെന്നായിരുന്നു പന്തയം. കദ്രു പറഞ്ഞു അത് കറുത്തതാണെന്ന്. എന്നാൽ വിനീത പറഞ്ഞു അല്ല, അത് വെളുത്ത അശ്വമാണ്, അശ്വത്തിന്റെ വാലും വെളുത്തതാണ് എന്ന് പറയുന്നു. കദ്രുവിന് പന്തയത്തിൽ വിജയിക്കണം. കദ്രു തന്റെ മക്കളായ നാഗങ്ങളോട് പറഞ്ഞു, നിങ്ങളെല്ലാം പോയി ഇന്ദ്രന്റെ ആ അശ്വത്തിന്റെ വാലിൽ കടിച്ചു തൂങ്ങിക്കിടന്നത് കറുത്തതായിട്ട് തോന്നിപ്പിക്കണം എന്ന് പറയുന്നു. ഇത് തക്ഷകനും പത്മനും മഹാപത്മനും ഒന്നും അംഗീകരിക്കുന്നില്ല. ഈ അധർമ്മം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല, ഇത് അസത്യമായ കാര്യമാണ്, അത് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറയുന്നു. കുപിതയായ കദ്രു ആ നാഗങ്ങളെ ശപിക്കുന്നു. നിങ്ങള് കലിയുഗത്തില് ജനമേജയന്റെ സർപ്പയാഗത്തില് ആ സർപ്പസത്രത്തില് പോയി വെന്തുരുകി മരിക്കാൻ ഇടയാവട്ടെ എന്ന് ആ മാതാവ് ശപിക്കുന്നു. അതൊരു മാതൃശാപമാണ്. ജനമേജയന്റെ സർപ്പയാഗത്തില് സർപ്പങ്ങൾ അനവധി ഹോമിക്കപ്പെട്ടത്. മറ്റ് ചില സർപ്പങ്ങളും നാഗങ്ങളും സംബന്ധിച്ചിട്ട് അവർ പോയി വാലിൽ കടിച്ചു തൂങ്ങിക്കിടന്ന് അത് കറുത്ത നിറത്തിലായിരുന്നു. അങ്ങനെ കദ്രു പന്തയത്തിൽ വിജയിക്കുന്നു. വിനീത കദ്രുവിന്റെ ദാസിയാവുന്നു. 500 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മുട്ട തുറന്ന് ഗരുഡൻ പുറത്തു വരികയാണ്. ആ ഉണ്ടായതാണ് ഗരുഡൻ, സകല പക്ഷികളുടെയും രാജാവായ ഗരുഡൻ, പക്ഷികളിലെ ഇന്ദ്രൻ. ഇന്ദ്രനേക്കാളും 10 മടങ്ങ് ശക്തിയുള്ള ഗരുഡൻ. ഗരുഡൻ വന്ന് അമ്മയെ കാണുമ്പോൾ അമ്മ പറയുന്നു, ഞാനിപ്പോൾ കദ്രുവിന്റെ ദാസിയാണ്. അപ്പോൾ ഗരുഡൻ ചോദിക്കും നാഗങ്ങളോട്, എനിക്ക് എൻ്റെ അമ്മയെ ദാസ്യ വേലയിൽ നിന്ന് മോചിപ്പിക്കണം, അതിനെന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് ദേവലോകത്തുനിന്ന് അമൃത് കൊണ്ട് തന്നാൽ ഞങ്ങൾ നിങ്ങളുടെ അമ്മയെ ദാസ്യവേലയിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറയുന്നു. ഗരുഡൻ അതിനായി പുറപ്പെടുന്നു. മാർഗമധ്യേ തൻ്റെ പിതാവിനെ കാണുന്നു. എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ കടൽ തീരത്ത് ശാപത്താൽ 2 മുനിമാര് ഒരു ഭീകരനായ ആനയും ഒരു ഭീകരനായ ആമയുമായി യുദ്ധം ചെയ്യുന്നുണ്ട് രൂപത്തില്. അവരെ ചെന്ന് ഭക്ഷിച്ചോളാൻ പറയും. അങ്ങനെ ഗരുഡൻ അവിടെ ചെന്ന് അതിൽ 2നെയും കൊത്തിയെടുത്ത് പറന്ന് ഒരു വലിയ വൃക്ഷത്തിന്റെ ശിഖരത്തിൽ പോയി ഇരിക്കുമ്പോൾ ആ ശിഖരം ഒടിഞ്ഞുപോയി. ആ ശിഖരത്തിലാണ് ബാലകില്യർ തൂങ്ങിക്കിടന്ന് തപസ് ചെയ്തിരുന്നത്. അവർക്ക് തപസ്സിന് ഭംഗം വരാതിരിക്കാൻ ഗരുഡൻ അത് കൊക്കുകൊണ്ട് കൊത്തിയെടുത്ത് നേരെ ഹിമാലയത്തിലേക്ക് പോയി. കശ്യപന്റെ നിർദ്ദേശപ്രകാരം അത് ഹിമാലയത്തിൽ ഒരു സ്ഥലത്ത് സ്ഥാപിച്ചു. അങ്ങനെ ഗരുഡൻ ഇന്ദ്രലോകത്തെത്തി, ദേവലോകത്തെത്തി. ഇന്ദ്രൻ കാണാതെ അമൃത് അവിടെ നിന്ന് തട്ടിയെടുത്തു കൊണ്ടുവരുന്നു. എന്നാൽ ഇന്ദ്രൻ ബ്രഹ്മാവിനെ സമീപിച്ച് ഈ അമൃത് ഗരുഡൻ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഗരുഡനെ വഴിക്ക് വെച്ച് തടയുന്നു. അപ്പൊ ഗരുഡൻ പറയുന്നു, ഞാനിത് അവിടെ കൊണ്ട് വയ്ക്കുന്നു, നാഗങ്ങൾ വന്ന് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എടുത്തോണ്ട് പൊക്കോളൂ, ഞാനിത് അവിടെ കൊണ്ട് സമർപ്പിക്കാനേ ഞാൻ ഏറ്റിട്ടുള്ളൂ, ഞാൻ അവിടെ കൊണ്ട് സമർപ്പിക്കും, അതിനുശേഷം നിങ്ങൾ അവിടെ നിന്ന് എടുത്തോണ്ട് പൊക്കോളൂ. അപ്പോൾ ഇന്ദ്രനെ സമ്മതിച്ചു. അങ്ങനെ ദർഭപ്പുല്ലിൽ കൊണ്ടുവന്ന് ഈ അമൃത് വയ്ക്കുകയാണ്. സർപ്പങ്ങളോടെല്ലാം നാഗങ്ങളോടെല്ലാം പോയി കുളിച്ചിട്ട് ശുദ്ധിയായി വരാൻ പറയും. അവർ കുളിക്കാൻ പോയ സന്ദർഭത്തിൽ ഇന്ദ്രൻ വന്ന് അമൃത് എടുത്തുകൊണ്ട് പോകുന്നു. തിരികെ വന്ന നാഗങ്ങൾ ഈ ദർഭപ്പുല്ല് മാത്രമേ കാണുന്നുള്ളൂ, അമൃത് കണ്ടില്ല. അങ്ങനെ അവർ ദർഭപ്പുല്ലിൽ നക്കിയപ്പോൾ അവരുടെ നാവ് 2ആയി പിളർന്നു. അങ്ങനെയാണ് സർപ്പങ്ങളുടെ നാവിന് അഗ്രം ഇങ്ങനെ പിളർന്നിരിക്കുന്നത്. അങ്ങനെ നാഗങ്ങൾ അമൃത് ഭക്ഷിക്കാതെ വിനീതയെ സ്വതന്ത്രരാക്കുകയും ചെയ്തു. സർപ്പങ്ങളിലെ മൂത്ത ജ്യേഷ്ഠനായ അനന്തൻ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ശയ്യയായി. അനന്തസർപ്പം
അനേകം ശിരസുകളുള്ള അനന്തസർപ്പത്തിന്റെ പണത്തിലാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത്. അനന്തൻ എന്ന പേര് പോലെ തന്നെ അനന്തമാണ്. അതിനെ വർണ്ണിക്കാനാവില്ല, എന്തോരം ഉണ്ട് എന്നുള്ളത് വർണ്ണിക്കാനാവില്ല. അത്രയ്ക്കും വിസ്തൃതമായിട്ടുള്ള അനന്തസർപ്പത്തിന്റെ പണത്തിലാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത്. രണ്ടാമത്തെ ആളായ വാസുകി, അത് ശങ്കരന്റെ ആഭരണമാണ്. സാക്ഷാൽ മഹാദേവൻ, ആദിദേവനായ മഹാദേവന്റെ കഴുത്തിലെ ആഭരണമാണ് വാസുകി. പിന്നെയുള്ളത് തക്ഷകൻ, ശംഖപാലൻ, പത്മൻ, മഹാപത്മൻ, കാറുകോടകൻ, ഗുളികൻ, കാളിയൻ. കാളിയ സർപ്പം കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യമുനാ നദിയിൽ വന്ന് വിഷമലമാക്കിയതും അവിടെ ഭഗവാൻ കൃഷ്ണൻ കാളിയന്റെ ശിരസിൽ നൃത്തമാടി കാളിയന് മോക്ഷം കൊടുത്തതും. ഇന്നും ഭാരതത്തില് നാഗദൈവങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ആരാധനാ സമ്പ്രദായത്തില്, ഭാരത പൈതൃകത്തില് നമ്മൾക്ക് സർവ്വജീവജാലങ്ങളെയും, അതാണ് 33 കോടി ദൈവങ്ങൾ നമ്മൾ, സർവ്വജീവജാലങ്ങളെയും നമ്മൾ ആരാധിക്കുന്നവരാണ്. മരങ്ങളെ ആരാധിക്കുന്നുണ്ട്, ആൽമരം നമ്മൾ ആരാധിക്കുന്നുണ്ട്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സങ്കല്പമാണ് അവിടെ. നാഗങ്ങളെയും ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഭാരതം. ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിന് പുറത്തുള്ള മറ്റനേകം നാടുകളിലും സർപ്പാരാധന നിലവിലുണ്ട്. സർവ്വ ഐശ്വര്യത്തിനും സന്താന സൗഭാഗ്യങ്ങൾക്കും വളരെ ശ്രേയസ്കരമാണ് നാഗങ്ങളെ ആരാധിക്കുന്നത്. സന്താനമില്ലാതെ വലയുന്ന ദമ്പതികൾക്ക് സർപ്പ പ്രീതി നേടിയാൽ സൽസന്താനം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. നാഗങ്ങൾക്ക് വേണ്ടി ആയില്യം നാളിലാണ് പ്രത്യേക പൂജകൾ നടക്കുന്നത്. എല്ലാ മാസവും ആയില്യം നാളിലാണ് സർപ്പങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട പൂജകൾ നടക്കുന്നത്. അങ്ങനെ കശ്യപ പ്രജാപതിയുടെ സന്തതികളായ നാഗങ്ങൾ ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കൂടി അനിവാര്യമായ ഒന്നാണ്. അതുകൊണ്ടാണ് ഭൂമിയിൽ ധാരാളം സർപ്പക്കാവുകൾ ഉള്ളത്. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു തുല്യത ഉണ്ടാവാനാണ് സർപ്പക്കാവുകൾ ഉണ്ടായത്. ആ സർപ്പക്കാവുകളിലൂടെ നമ്മൾ നാഗാരാധന നടത്തിയിരുന്നു. നാഗാരാധന സർവ്വ ഐശ്വര്യത്തിനും ഏറെ ശ്രേയസ്കരമായ ഒന്നാണ്. കേരളത്തിൽ അനേകം നാഗക്ഷേത്രങ്ങളുണ്ട്. വെട്ടിക്കോട്ടുകാവ്, മണ്ണാറശാല, ആമേടക്കാവ്, പാമ്പുമ്മക്കാട്, പെർളശ്ശേരി ഇവയെല്ലാം നാഗക്ഷേത്രങ്ങളാണ്. നാഗങ്ങളോടുള്ള പൂജകൾക്കും വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഭാരതത്തില് സർവപ്രീതിക്കും സർവ്വ ഐശ്വര്യത്തിനും നാഗാരാധന വളരെ അനിവാര്യമായ ഒന്നായിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും നാഗദൈവങ്ങളുടെ അനുഗ്രഹവും സർവ്വ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്